ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 17-ാം തീയതി പെന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 3-ാമത്തെ ദിവസം. നമ്മളെല്ലാവരും ഈ നവനാൾ ചൊല്ലി ഒരുങ്ങുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ലഭിക്കാനായിട്ട് വലിയ സഹായകമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഓഡിയോ മെസ്സേജ് ഇടുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവിനെ ഓർമ്മിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവനെ എപ്പോഴും വിളിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് ഈശോ സന്ദേശം തന്നത്. ഈശോ എന്നോട് സന്ദേശമായി തന്ന സുഹൃത ജപങ്ങളാണ് ഞാൻ ഓരോ ദിവസവും 1000 തവണ ചൊല്ലിയാൽ നമുക്ക് വലിയ ഒരു അനുഗ്രഹം ലഭിക്കും എന്ന് പറയുന്നത് ഈശോ പറഞ്ഞതുകൊണ്ടാണ്. 1000 എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും നടക്കുന്ന അടികളിൽ മുഴുവൻ ഈ സുഹൃതജപം ചൊല്ലിയാൽ നമ്മളറിയാതെ തന്നെ അത് 1000-ത്തിലധികമാകും. നമുക്ക് ഈ നൊവേന 3-ാം ദിവസത്തെ ചൊല്ലാം. പരിശുദ്ധാത്മാവിൻ്റെ നാമം, അതിൻ്റെ അർത്ഥം, ഇതൊക്കെയാണ് ഇന്ന് 3-ാം ദിവസത്തെ നൊവേനയിലൂടെ ധ്യാനിക്കുന്നത്. റൂഹ എന്ന പദത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് വന്നത്. ഇതെല്ലാവർക്കും അറിയാം. അതിന് ശ്വാസം, കാറ്റ് എന്നൊക്കെ, സ്പിരിറ്റ്, ആത്മാവ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇന്നും നമ്മൾ സാധാരണ പോലെ തന്നെ മനസ്താപ പ്രാർത്ഥനയും എളിമയുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയും ആദ്യ ദിവസങ്ങളുടേതുപോലെ തന്നെ നമുക്ക് ചൊല്ലാം. ലേഖനം വായിക്കുമ്പോൾ റോമ 8:6-11 വരെ വായിക്കാം. സുവിശേഷം യോഹന്നാൻ 14 വായിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി അത് വിശ്വസിക്കുന്ന നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ സാത്താൻ നമ്മളെ പരീക്ഷകൾക്ക് അടിമപ്പെടുത്തും. ഈ സാത്താനോട് യുദ്ധം ചെയ്ത് ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് വേണം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് സമാപന പ്രാർത്ഥന ആദ്യത്തെ ദിവസത്തെ പോലെ തന്നെ ചൊല്ലാം. സമാപന ഗാനമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടും നമുക്ക് പാടാം. ഒരു ഇടവക വികാരിയായിരിക്കെ കർദിനാൾ ഗിബൺസിൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ടായി. ഗുരുതരമായിട്ട് രോഗം ബാധിച്ച ഒരു പ്രമുഖ അമേരിക്കൻ സെനറ്ററെ അദ്ദേഹം സന്ദർശിക്കാനിടയായി. പക്ഷേ ആ മനുഷ്യന് ദൈവസാന്നിധ്യത്തെക്കുറിച്ച് വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ കർദിനാൾ ഗിബൺസ് കുറേ കാര്യങ്ങൾ കർത്താവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നും ആ മകനിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിവരിച്ച ഈ നന്മ സ്വരൂപനായ ദൈവം നിലനിൽക്കുന്നുണ്ടെന്ന് തെളിയിച്ചാൽ അവനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം എന്ന് ഫാദർ ഗിബൺസിനോട് അദ്ദേഹം പറഞ്ഞു. ഫാദർ ഗിബൺസ് ഇങ്ങനെ ചോദിക്കാനുണ്ടായത്, ഇതിങ്ങനെ തെളിയിച്ചാൽ നീ വിശ്വസിക്കുകയോ? അപ്പോൾ പറഞ്ഞു, അപ്പം ഞാൻ വിശ്വസിക്കാം. അപ്പോൾ ഫാദർ ഗിബൺസ് പറഞ്ഞു, എന്നാൽ ഞാൻ പറയുന്ന ഒരു ചെറിയ പ്രാർത്ഥന കുറച്ച് നേരത്തേക്ക് നീ ചൊല്ല്. ഇതായിരുന്നു ആ പ്രാർത്ഥന. അളവില്ലാത്ത നന്മസ്വരൂപനായ ദൈവമേ, നീ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ബോധ്യമാക്കി തന്നാലും. ഈ പ്രാർത്ഥന കുറച്ച് നേരം പ്രാർത്ഥിച്ചപ്പോഴേക്കും അവിടെ ഒരു പ്രകാശപ്രവാഹം എത്തി. വലിയൊരു പ്രകാശം, വേറെ ഒന്നും ഉണ്ടായില്ല. പ്രകാശത്തിൻ്റെ പ്രവാഹം അവിടേക്ക് വന്നു. അങ്ങനെ രോഗിയായ മകൻ അവിടെ ഈ പ്രകാശവ്യൂഹത്തിൽ ലയിച്ചിരുന്നു പോയി. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം മരണാസന്നനായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഫാദർ ഗിബൺസിനെ അദ്ദേഹം വിളിച്ചു വരുത്തി. ഈ ഫാദറിനെ കണ്ടയുടൻ ഈ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പിതാവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന്. അതുവരെ അദ്ദേഹം ഒന്നും മിണ്ടിയിരുന്നില്ല. ഇത് പറഞ്ഞതിന് ശേഷം കുറച്ച് ആഴ്ചകളെ അദ്ദേഹം ജീവിച്ചുള്ളൂ. ആ അക്കാലം അത്രയും ദൈവത്തോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുകയായിരുന്നു.
പ്രിയ കൂട്ടുകാരെ, 1000 പേർ ചെയ്യുന്നതിനേക്കാൾ അധികമായിരിക്കും പരിശുദ്ധാരൂപിയോട് ആരാധനയുള്ള ഒരു വൈദികൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തു വേണം? സകല പുരോഹിതരും പരിശുദ്ധാത്മാവിനെ അറിയാൻ, പരിശുദ്ധാത്മാവിനോട് ഒരു ആരാധന വെച്ച് പുലർത്തുന്ന വൈദികർ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പരിശുദ്ധാരൂപിയോടുള്ള ജപമാല പ്രാർത്ഥന നമുക്കൊന്നിച്ച് ചൊല്ലാം. പരിശുദ്ധാത്മാവിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാം. ഇന്നത്തെ സുഹൃജപം ഈശോ പറഞ്ഞു തന്നത്, പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇതാണ് 1000 തവണ ഇന്നേ ദിവസം നാം ചൊല്ലേണ്ടത്. ഈ 1000 തവണ എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട. പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് നടക്കുമ്പോഴിരിക്കുമ്പോഴും അത് ചെയ്താൽ ഈ ഒരു നേർച്ച പോലെയുള്ള ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലി അവസാനിപ്പിക്കാൻ പറ്റും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമൊക്കെ നമ്മൾ സമയം നോക്കി, പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നാണിത്. 1 കൊറിന്തോസ് 3:16. നമുക്ക് ഇത് വായിക്കാം. ഇന്നത്തെ ദിവസം മുഴുവൻ പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുചൊല്ലാം. 1000 തവണ ചൊല്ലാൻ പറ്റിയാൽ നന്നായി. പെന്തക്കോസ്ത് ദിനമാവുമ്പോൾ 10,000 ജപങ്ങളുടെ ഒരു മാല നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മുതൽ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ജപമാല. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു. സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഒന്നാമത്തെ രഹസ്യം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. 10 പ്രാവശ്യം ചൊല്ലണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രണ്ടാമത്തെ രഹസ്യത്തിൽ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. 10 പ്രാവശ്യം ചൊല്ലണം. പിന്നെ തൃത്വസ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മൂന്നാമത്തെ രഹസ്യത്തിൽ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. 10 പ്രാവശ്യം ചൊല്ലണം. പിന്നെ തൃത്വസ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാലാമത്തെ രഹസ്യത്തിൽ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. 10 പ്രാവശ്യം ചൊല്ലണം. തൃത്വസ്തുതിയും ചൊല്ലണം. അഞ്ചാമത്തെ. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ അങ്ങേ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. 10 പ്രാവശ്യം ചൊല്ലണം. ഒരു തൃത്വസ്തുതിയും ചൊല്ലണം.
പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പെന്തക്കുസ്താ ദിവസം സ്ലീഹന്മാരുടെ മേൽ ആവസിച്ച് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. യേശുവിൻ്റെ സാക്ഷികളാകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. തിരുവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സഭയിൽ നിരന്തരം വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. കൂദാശയിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങൾക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങൾക്ക് നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ന്യായവിധിയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ബോധജ്ഞാനത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ജ്ഞാനത്താൽ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ബുദ്ധിയുടെ ദിവ്യപ്രകാശമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. വിവേകത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ആത്മശക്തിയുടെ കതിരുകളേകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. അറിവിൻ്റെ പ്രകാശമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ദൈവഭയത്തിൻ്റെ പ്രതീകമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദയയുടെയും നന്മയുടെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വസ്തതയുടെയും സൗമ്യതയുടെയും ആത്മസംയമനത്തിൻ്റെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എളിമയുടെയും ഐക്യത്തിൻ്റെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെയും ദൈവമക്കളുടെയും ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ദൈവകൃപകളുടെ ഉറവിടമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വേദനകളുടെ ആശ്വാസമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യമായ പ്രകാശമേ, ജീവൻ്റെ ഉറവയെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭിഷേകമേ, മാലാഖമാരുടെ സന്തോഷമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, അപ്പസ്തോലന്മാരുടെ അധ്യാപകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തി കേന്ദ്രമേ, സകല വിശുദ്ധരുടെയും ആനന്ദമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കനിയണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും സകലത്തെയും പൗത്രീകരിക്കുന്ന ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് പൗത്രീകരിക്കണമേ. അങ്ങ് ഉന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും ആത്മീയ അഭിഷേകവുമാകുന്നു. അങ്ങ് പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനവും 7 വിധ ദാനങ്ങളോടുകൂടിയനും ആകുന്നു. അങ്ങേ ദാനങ്ങളാലും വരങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിചാരങ്ങളിലും നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവൃത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും സംശയങ്ങൾ അകറ്റാൻ വിശ്വാസവും ജീവിത നൈരാശ്യങ്ങളിൽ പ്രത്യാശയും മറ്റുള്ളവരിൽ അങ്ങേ ദർശിക്കുവാൻ സ്നേഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സർവശക്തനായ ദൈവത്തോടും ഏകജാതനായ പുത്രനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.